നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഹനങ്ങളിലെ ബാറ്ററി മോഷണം. 2 യുവാക്കളെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി സ്വദേശി ഷാൻ, കല്ലേലി ഭാഗം സ്വദേശി സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിലെ സമരം. സംസ്ഥാന വ്യാപകമായി LDF ധർണ. പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിലായിരുന്നു ധർണ. ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ച 2 പേർ പിടിയിൽ. മൈനാഗപ്പള്ളി നൂർനാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. റിസോർട്ട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് സാധനങ്ങളാണ് മോഷ്ടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന 2 യുവാക്കളെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി സ്വദേശി ഷാൻ, കല്ലേലി ഭാഗം സ്വദേശി സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. സമീപ സ്റ്റേഷൻ പരിധികളിലും ഇവർ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ടോറസ് ലോറികളിലെ ബാറ്ററികൾ മോഷണം പോയി എന്ന പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഇവർ സമാനമായ രീതിയിൽ ചവറ, ശൂരനാട്, കായംകുളം സ്റ്റേഷൻ പരിധികളിൽ മോഷണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് നമ്പർ മാറ്റി ഉപയോഗിച്ചതായിരുന്നുവെന്നും കണ്ടെത്തി. സ്ഥിരമായി രാത്രി ഇവിടുന്നും ബാറ്ററികൾ മോഷണം പോകാറുണ്ടായിരുന്നു. അതിനെ തുടർന്ന് CCTV ക്യാമറകളൊക്കെ നോക്കി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഡിറ്റക്ഷൻ കിട്ടാൻ സാധ്യത. കാരണം അങ്ങനെ ഒരു ബൈക്കിന്റെ നമ്പർ കിട്ടുകയും അതിനകത്ത് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ആ ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് ക്യാമറകളൊക്കെ നോക്കി ആൾക്കാരെ ചെറിയ ഐഡന്റിഫിക്കേഷൻ വെച്ചാണ് ഈ 2 പ്രതികളെ പിടിയിലായത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ തന്നെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 3 കേസുകൾക്ക് റിക്കവറികളും കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്തും ദൂരെയൊക്കെയുള്ള സ്ക്രാപ്പ് കടകളിലും ബാറ്ററി കടകളിലും ഒക്കെയാണ് ഇവർ ഈ ബാറ്ററികൾ വിറ്റുകൊണ്ടിരുന്നത്. മറ്റ് പല ഏരിയകളിൽ നിന്നും പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള ധാരാളം പരാതികളൊക്കെ വരുന്നുണ്ട്. ഇനി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയാൽ മാത്രമേ ബാക്കിയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിദിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, ഷിഹാസ്, ഷാജിമോൻ, ACPO-മാരായ ഹാഷിം, രാജീവ്, ദീപ്തി, SPO സജീർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷം സങ്കുചിത കാഴ്ചപ്പാടോടെ പിന്തുണ നൽകുകയാണെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ. കേരളീയരോട് പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം ചിന്നക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളീയരോട് പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണമെന്നും PP സുനീർ പറഞ്ഞു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന പൊതുസമ്മേളനം ചിന്നക്കടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ഏകപക്ഷീയമായി എത്രയോ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഗവൺമെന്റ് മാറ്റപ്പെടുത്തുന്നു. നിരവധിയായ ഭേദഗതി കൊണ്ടുവരുന്നു. സ്വതന്ത്രമായി ജീവിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങളിൽ പോലും കടന്നുകയറിക്കൊണ്ട് ഒരു ജനാധിപത്യപരമായ ചർച്ചയുമില്ലാതെ ഏകപക്ഷീയമായി കേട്ടുകളില്ലാത്ത രീതിയിൽ മനുഷ്യത്വവിരുദ്ധമായി, ജനാധിപത്യവിരുദ്ധമായി, നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടെങ്കിൽ ഇന്നൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ദുരന്തമെന്നും എന്ന് നിത്യജീവിതത്തിൽ അനുഭവിച്ചു ധരിപ്പിക്കാനാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് വിധിക്കപ്പെട്ടിട്ടുള്ളത്. സമ്മേളനത്തിന് മുന്നോടിയായി കൊല്ലം പട്ടണത്തിൽ ചുവപ്പണിയിച്ച് റവന്യൂ ജീവനക്കാരുടെ വിളംബര ജാഥ നടന്നു. കൊല്ലം സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് ചിന്നക്കടയിൽ സമാപിച്ചു. ജോയിന്റ് കൗൺസിൽ ചെയർമാൻ K. ഷാനവാസ് ഖാന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R. രാജേന്ദ്രൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി S. സജീവ്, സുകേഷൻ ചൂരിക്കാട്, KRDSA സംസ്ഥാന പ്രസിഡന്റ് P. ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി MM. നജീം, സ്വാഗതസംഘം ജനറൽ കൺവീനർ ഗ്രേഷ്യസ് എന്നിവർ പ്രസംഗിച്ചു. കലാകായിക മത്സര വിജയികളെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓർത്തഡോക്സ് സഭ ബിഷപ്പ് മാർ ദിയാസ് കോറസിനെതിരെ കായംകുളം കട്ടച്ചിറയിൽ പ്രതിഷേധം. അന്തരിച്ച കിഴക്കേ വീട്ടിൽ മറിയാമ്മ രാജനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെതിരെയാണ് പ്രതിഷേധം. കട്ടച്ചിറയിൽ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധ സംഗമം നടത്തി. പള്ളിയുടെ ഗേറ്റും കവാടങ്ങളും ചവിട്ടിപ്പൊളിച്ച് പതാകകൾ കത്തിച്ച് ഞങ്ങളുടെ വിശുദ്ധ വസ്ത്രങ്ങളും പിതാക്കന്മാരുടെ ചിത്രങ്ങളും ഒക്കെ നശിപ്പിച്ച് അടിച്ചു പുറത്താക്കിയതിനു ശേഷം മൃതശരീരം പോലും സംസ്കരിക്കുന്നത് ഇവിടെ ഒരു തുടർ പതിവായി മാറിയപ്പോൾ
കട്ടച്ചിറ ഇടവകാംഗമായ പരേതയായ കിഴക്കേ വീട്ടിൽ മറിയാമരാജിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് കട്ടച്ചിറ വലിയ പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധ സംഗമം നടത്തിയത്. ഓർത്തഡോക്സ് വിഭാഗം മെത്രാപ്പൊലീത്ത മാർ ദിയോസ്കോറോസിനെതിരെയാണ് പ്രതിഷേധം. കട്ടച്ചിറ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും വിശ്വാസികൾ പള്ളിക്കവാടത്തിൽ പ്രകടനമായി എത്തി. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് പള്ളിയുടെ ഗേറ്റിന് മുന്നിലുള്ള കുരിശടിയിൽ പ്രതിഷേധ സമ്മേളനം നടത്താൻ അനുവദിച്ചു. സംഗമം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോർജ് പെരുമ്പട്ടേത്ത് ഉദ്ഘാടനം ചെയ്തു. സഭാ വൈദിക ട്രസ്റ്റിയും ഇടവക വികാരിയുമായ ഫാദർ റോയി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. ഫാദർ എബിൻ അച്ഛൻകുഞ്ഞ്, ഡീക്കൻ ഷിബു പി കുഞ്ഞുമോൻ, ഷെവലിയർ അലക്സം ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സുറിയാനി ക്രിസ്ത്യാനിക്ക് അനുയോജ്യമായ തന്റെ വിശ്വാസ അനുയോജ്യമായ അവസ്ഥാനം സ്വീകരിക്കേണ്ട എല്ലാ കൂദാശകളും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റോയി അച്ഛൻ തന്നെ ഏറ്റുവാങ്ങി. വിശ്വാസത്തിൽ മരിച്ച പ്രിയപ്പെട്ട അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട അംഗമായതുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ മറ്റെന്തെങ്കിലും സമരങ്ങൾക്കോ മറ്റെന്തെങ്കിലും ത്യാഗങ്ങൾക്കോ തയ്യാറാവുകയില്ല എന്ന മിഥ്യാധാരണയിൽ ആ കുടുംബത്തെ വെച്ച് വിലപേശുവാനുള്ള ഒരു മൗഢ്യ ശ്രമം കഥാകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് LDF ഐക്യദാർഢ്യ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ടൗണിൽ നടത്തിയ കൂട്ടായ്മ CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മയിൽ ബി സജീവൻ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, ജഗജ്ജീവൻ ലാലി, KS ഷറഫുദ്ദീൻ മുസ്ലിയാർ, കരിമ്പാലി സദാനന്ദൻ, വി ദിവാകരൻ, ജി സുനിൽ, M ശോഭന, M സുരേഷ് കുമാർ, ജയഹർലാൽ, R രവി, U കണ്ണൻ, അബ്ദുൽ സലാം, പ്രവീൺ മനക്കൽ, P പുഷ്പാങ്കദൻ, BA ബ്രിജിത്ത്, മഹേഷ് ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പട്ടിണിക്കാരെ മാറ്റി നിർത്തിയിട്ടാണോ? ഇവിടുത്തെ കൃഷിക്കാരെ മാറ്റി നിർത്തിയിട്ടാണോ? വീടെന്ന സ്വപ്നം കാണുന്നവരെ മാറ്റി നിർത്തിയിട്ടാണോ? ഇവിടുത്തെ ആരോഗ്യ മേഖല മാറ്റി നിർത്തിയിട്ടാണോ? വിദ്യാഭ്യാസ മേഖല മാറ്റി നിർത്തിയിട്ടാണോ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്? എല്ലാ മേഖലയും ഒന്ന് തൊട്ടും തലോടിയും സഹായിച്ചും അത് നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയും ഒക്കെയാണ് ഈ കേരളത്തിലെ ബഡ്ജറ്റ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. തൊടിയൂരിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം കടത്തൂർ മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു. T രാജീവ് അധ്യക്ഷനായിരുന്നു. ശശിധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. ER വസന്തൻ, അനിൽ എസ് കല്ലേലി ഭാഗം, വസന്ത രമേശ്, R ശ്രീജിത്ത്, അജിത്ത്, ഷിഹാബ് എസ് പൈനുമൂട്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുലശേഖരപുരത്ത് CPM ജില്ലാ കമ്മിറ്റി അംഗം PK ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. K രവീന്ദ്രൻപിള്ള അധ്യക്ഷനായിരുന്നു. VP ജയപ്രകാശ് മേനോൻ സ്വാഗതം പറഞ്ഞു. KP വിശ്വവത്സരൻ, P ഉണ്ണി, D രാജൻ, B കൃഷ്ണകുമാർ, സൈനുദ്ദീൻ, രാജീവ് ഉണ്ണി, വേണു, R ശരവണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആനപ്പാട്ട് CPM ശൂർനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. D ബിജു അധ്യക്ഷനായിരുന്നു. പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു. G രാജാദാസ്, P ലിജു, B വേണുപ്രസാദ്, ബിനിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലാപ്പനയിൽ LDF മണ്ഡലം കൺവീനർ R സോമൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. വിക്രമൻ അധ്യക്ഷനായിരുന്നു. TN വിജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്ലാപ്പന സുരേഷ്, വിജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ, ദീപ്തി രവീന്ദ്രൻ, സജീവ് ഓണംപള്ളി, പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDFന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ ധർണ നടത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ധർണ നടത്തിയത്. സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ ധർണ സംഘടിപ്പിച്ചത്. CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐ ഷിഹാബ് ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം നൽകുന്ന സഖാവ് പിണറായി വിജയനും കേരളത്തിലെ മന്ത്രിമാരും പാർട്ടി ലീഡർഷിപ്പും MLAമാരും എല്ലാം ചേർന്ന് ഡൽഹിയിലേക്ക് ഒരു സമരത്തിന് പോവുക എന്നത് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന്. ആ അനുഭവം ഇല്ലാത്ത നമ്മൾ ഒരു സമരത്തിലേക്ക് പോകണമെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ, ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട്. ഇത് ഭരണഘടനാപരമായ ബന്ധമാണ്. ആ ബന്ധം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സമീപനം കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. K സുഭാഷ് അധ്യക്ഷത വഹിച്ചു. S കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് N അനിൽകുമാർ, B ശ്രീദേവി, ഗീതാകുമാരി, സുൽഫിയ ഷെറിൻ, ശ്രീലത പ്രകാശ്, സുരേഷ് നാറാണത്ത്, ബാബു കൊപ്പാറ, അബ്ദുൽ ഖാദർ, N ജനാർദ്ദനപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. LDFന്റെ നേതൃത്വത്തിൽ താമരക്കുളത്ത് ധർണ നടത്തി. ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തിന് പിന്തുണയുമായാണ് ധർണ നടത്തിയത്.
കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ താമരക്കുളത്ത് ധർണ നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം B. ബിനു ധർണ ഉദ്ഘാടനം ചെയ്തു. നഗരമേഖലയിൽ നൽകുന്ന എത്ര രൂപയാണ്? 1 ലക്ഷം രൂപയാണ്. നമ്മൾ നൽകുന്നതോ നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നക്കാപ്പിച്ച പൈസ കൈപ്പറ്റിയിട്ടുള്ള 23,000 വീടുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. BJPക്കാർ കണക്ക് മനസ്സിലാക്കിക്കോണം. ഇവിടെ ലൈഫ് പദ്ധതിയിൽ ചെലവഴിക്കുന്ന പണം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പണമാണെന്ന് നാട്ടിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന BJPക്കാര് എവിടെ വേണമെങ്കിലും പരിശോധിച്ചിട്ട് പരസ്യ സംവാദത്തിന് തയ്യാറായിക്കൊള്ളണം. നിങ്ങൾ നൽകുന്ന നക്കാപ്പിച്ച പണം ഗ്രാമീണ മേഖലയിൽ 72,000-ഉം നഗരമേഖലയിൽ 1 ലക്ഷവുമാണ്. അത് എത്ര വീടുകളുടെ എണ്ണം? കേവലം 23,000 എണ്ണം. കേരളത്തിൽ 1.25 ലക്ഷം വീടുകൾ. G. വാസവൻ അധ്യക്ഷത വഹിച്ചു. P. രാജൻ, R. ബിനു, V. ഗീത, S. പ്രശാന്ത്, B. പ്രസന്നൻ, ബഷീർ അറഫ, K. സുധാകരൻ, G. വിജയൻ, V. കുട്ടപ്പൻ, S. അഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പത്തനാപുരം ഗാന്ധിഭവനും ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടപ്പിലാക്കിയ വിശപ്പ് രഹിത പത്തനാപുരം പദ്ധതി 100 ദിവസം പിന്നിട്ടു. നഗരത്തിലെത്തുന്ന അവശർക്കും തൊഴിലാളികൾക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന വിശപ്പ് രഹിത പത്തനാപുരം പദ്ധതിയാണ് 100 ദിനം പിന്നിട്ടത്. ലയൺസ് ക്ലബിന്റെ വിശപ്പ് രഹിത പദ്ധതിയുടെ 100ാം ദിന ഭക്ഷണപ്പൊതി വിതരണോദ്ഘാടനം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. തുളസി നിർവഹിച്ചു. പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, ഞങ്ങളേറെ സന്തോഷത്തോട് തുടങ്ങിയ ഒരു പദ്ധതി, അതായത് ബന്ധപ്പെട്ട ലയൺസ് ക്ലബിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് വിശപ്പ് രഹിത പത്തനാപുരം എന്ന പദ്ധതി നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ആരംഭിച്ച സമയത്ത് തന്നെ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പ്, ഒരു ദിവസം പോലും ഇതിന് മുടക്കമുണ്ടായില്ല. ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ ലയൺസ് ക്ലബിന്റെ നിശ്ചയദാർഢ്യം ഇന്ന് 100ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഗാന്ധി ഭവന്റെയും പ്രിയപ്പെട്ട ലയൺസ് ക്ലബിന്റെയും മുഴുവൻ ഭാരവാഹികളെ ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഈ പദ്ധതി വന്നേ പിന്നെ നമുക്കറിയാവുന്ന, നേരിട്ടറിയാവുന്ന തന്നെ നിരവധി പേർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി. ഗ്രാമപഞ്ചായത്ത് അംഗം സനൂജ ദിലീപ്, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ഡോക്ടർ KG ഉണ്ണിത്താൻ, ചന്ദ്രശേഖരൻ നായർ, സക്കീർ തുടങ്ങിയവർ ഭക്ഷണപ്പൊതികൾ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. ദിനവും 180 ഭക്ഷണപ്പൊതികളാണ് പാവപ്പെട്ടവർക്കായി നൽകുന്നത്. പദ്ധതി 365 ദിവസം ഭക്ഷണം നൽകുന്നതാണെങ്കിലും അടുത്ത വർഷവും പദ്ധതിക്ക് തയ്യാറാണെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. വിശപ്പ് രഹിത പത്തനാപുരം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം മുഴുവൻ 365 ദിവസവും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. ഇപ്പോൾ ഇന്ന് ഇത് 100ാമത്തെ ദിവസമാണ്. ഇനി മുടങ്ങാതെ 265 ദിവസം കൂടി ഇത് തുടർന്ന് നൽകും. അത് കഴിഞ്ഞും ഒരു വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുവാനുള്ള പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം നടത്തി. വർണ്ണോത്സവം എന്ന പേരിലാണ് പള്ളിക്കോടിയിൽ കലോത്സവം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലാണ് അംഗനവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചത്. വർണ്ണോത്സവം എന്ന പേരിൽ പള്ളിക്കോടി സെന്റ് ജോസഫ് ചർച്ച് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി പ്രശ്നം കേട്ടുപോയാൽ ഇവിടെ സമാധാനത്തിന്റെ പദ്ധതിയായിട്ടുള്ള മദർ തെരേസയും അതുപോലെ ഉള്ള ആളുകളുമൊക്കെ വേഷം മാറി രംഗത്ത് നിന്ന് മാറുന്ന രീതിയിൽ മാറുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, വിജയാശംസകൾ നേർന്നുകൊണ്ട്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് V. സജുമോൻ, ജോസ് മെൽരാജ, K. പ്രഭാകരൻ പിള്ള, അപർണ അജയകുമാർ, S. പ്രേംശങ്കർ, M. നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. 16 അംഗൻവാടികളിൽ പഠിക്കുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്കായി വർണ്ണോത്സവം എന്നൊരു പ്രോജക്റ്റ്, അതായത് അംഗൻവാടി കുട്ടികളുടെ കലോത്സവം എന്നൊരു പ്രോജക്റ്റ് നമ്മുടെ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്റ്റ് രൂപീകരിക്കുകയും അതിനായി ഫണ്ട് വകയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുട്ടി കുറുമ്പുകളുടെയും ഈ ഒരു ദിവസം ഉല്ലാസപ്രദമാക്കുവാനും അവരുടെ കലാകായിക പരിപാടികൾ ഈ ഒരു വേദിയിൽ ജനങ്ങൾക്ക് മുന്നാകെ അവതരിപ്പിക്കുവാനുമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളുടെ വിവിധ കലാകായിക പരിപാടികളും നടത്തി.
ന്യൂസ് ബ്യൂറോ, ചവറ. ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ച 2 പേർ പിടിയിൽ. മൈനാഗപ്പള്ളി നൂർനാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. റിസോർട്ട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചത്. കെട്ടിട നിർമ്മാണത്തിനായി സൂക്ഷിച്ച ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച 2 പേരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. മോഷണത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി സ്വദേശി പത്മകുമാർ, ആലപ്പുഴ നൂർനാട് സ്വദേശി ബാബു എന്നിവരാണ് പിടിയിലായത്. പുന്നമൂട് കോട്ടവാസലിൽ റിസോർട്ട് നിർമ്മാണത്തിന് സൂക്ഷിച്ചിരുന്ന 15 കിലോ തൂക്കം വരുന്ന ഇരുമ്പ് പ്ലേറ്റുകൾ മോഷ്ടിച്ച് പെട്ടി ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാർ ഇരുവരെയും തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കോൺഗ്രസ് പ്രസ്ഥാനത്തെ കാലാതീതമായി നയിച്ച യുവപ്രഭാവനായിരുന്നു തോപ്പിൽ രവിയെന്ന് ചാണ്ടി ഉമ്മൻ MLA. തോപ്പിൽ രവിയുടെ 35ാം ചരമവാർഷിക ഉദ്ഘാടനവും സാഹിത്യ പുരസ്കാര വിതരണവും കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. ഒരു കാലത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയെല്ലാം കേന്ദ്ര ബിന്ദുവായിരുന്നു തോപ്പിൽ രവിയെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പ്രസംഗത്തിലും പ്രഭാഷണത്തിലും സംഘാടക മികവിലും എല്ലാവർക്കും മാതൃകയായിരുന്നു തോപ്പിൽ രവിയെന്ന് ചാണ്ടി ഉമ്മൻ അനുസ്മരിച്ചു. നമ്മുടെ നാടിനെയും നമ്മുടെ കൊല്ലത്തെയും കേരളത്തെയൊക്കെ നയിച്ച ഒരു നേതാവ്, അത് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി, ഉജ്ജ്വലനായ പ്രാസംഗികൻ, ഏറ്റവും മികച്ച ഒരു സംഘാടകൻ. അതുപോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം, നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മുദ്രാവാക്യം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ശരിക്കും പറഞ്ഞാൽ നമ്മളിലൊക്കെ ഒന്നാണ് എന്നുള്ള വലിയ ഒരു മുദ്രാവാക്യമാണ്. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പ്രിയപ്പെട്ട തോപ്പിൽ രവി അവർകൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് നമ്മളെ വിട്ട് പോയിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും, ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാണ്. PC വിഷ്ണുനാഥ് MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് A ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി സുധാ മേനോൻ അവാർഡ് ഏറ്റുവാങ്ങി. ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി S സുധീശൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ MR തമ്പാൻ, സൂരജ് രവി, സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിരവിമുക്ത ദിനാചരണം ഓച്ചിറയിൽ നടത്തി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുളികകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ വിരവിമുക്ത ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ഓച്ചിറ ബ്ലോക്ക് തലത്തിൽ വിരഗുളികയുടെ വിതരണം നടത്തി. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ ഒരുക്കങ്ങൾ തുടങ്ങി. കെട്ടുകാഴ്ചകളുടെ നിർമ്മാണവും കരകളുടെ ആസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. രാവിലെ കുത്തിയോട്ട കുട്ടികളെ ക്ഷേത്രത്തിലെത്തിച്ച് വഴിപാടുകൾ നടത്തി കുത്തിയോട്ട ആശാന്മാർക്ക് കൈമാറി. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കുംഭഭരണിക്ക് ഒരുക്കം തുടങ്ങി. കുത്തിയോട്ടങ്ങൾക്കും കെട്ടുകാഴ്ച നിർമ്മാണത്തിനും തുടക്കമായി. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ചില കരകളിൽ കെട്ടുകാഴ്ച നിർമ്മാണം നേരത്തെ ആരംഭിച്ചിരുന്നു. വഴിപാടുകാരുടെ ഗൃഹങ്ങളിൽ കുത്തിയോട്ടങ്ങൾക്കും തുടക്കമായി. കുത്തിയോട്ടത്തിന് ചൂരൽ മുറിയുന്ന കുട്ടികളെ ക്ഷേത്രത്തിലെത്തിച്ച് ദർശനം നടത്തി വഴിപാടുകൾ നടത്തിയ ശേഷം കുത്തിയോട്ടം നടത്തുന്ന ഗൃഹനാഥന് കൈമാറി. വഴിപാട് ഗൃഹങ്ങളിൽ സജ്ജമാക്കുന്ന പ്രത്യേക പന്തലിൽ ദേവീ സാന്നിധ്യമായി വാൾ പ്രതിഷ്ഠിക്കും. ദീപാരാധനയ്ക്ക് ശേഷം രേവതി നാൾ വരെ ഗൃഹങ്ങളിൽ അനുഷ്ഠാനം തുടരും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളിലും പുറത്തുമായി 12 കുത്തിയോട്ടങ്ങളാണ് ഇത്തവണയുള്ളത്. കുംഭഭരണി നാൾ വരെ ഇനി പറയെടുപ്പ് ഉണ്ടാകില്ല. 18 മുതൽ പറയെടുപ്പ് പുനരാരംഭിക്കും. ഓണാട്ടുകരയുടെ ദേശീയോത്സവമായ കുംഭഭരണിയുടെ ഒരുക്കം തുടങ്ങിയതോടെ നാടൊന്നാകെ ഉത്സവാന്തരീക്ഷത്തിലാണ്. ദേശത്തിന്റെ സായന്തനങ്ങൾ ഇനി കുത്തിയോട്ടപ്പാട്ടുകളുടെയും ചുവടുകളുടെയും ചടുലതാളങ്ങളാൽ മുഖരിതമാകും. കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന ഇടങ്ങളിൽ നാടിന്റെ സാന്നിധ്യവും സജീവമാകും. സാധാരണ ശിവരാത്രി നാളിലാണ് കുത്തിയോട്ടങ്ങൾക്കും കെട്ടുകാഴ്ച നിർമ്മാണത്തിനും തുടക്കമാകുന്നത്. എന്നാൽ ഇക്കൊല്ലം തികച്ചും വ്യത്യസ്തമായി കുംഭഭരണിക്ക് ശേഷമാണ് ശിവരാത്രി എത്തുക. കുംഭമാസത്തിൽ ആദ്യത്തെ ഭരണി നാളിലാണ് ഇത്തവണ കുംഭഭരണി. ഈ മാസം 15-നാണ് ഭരണി മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം ഇന്ന് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടന്നു. പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് വിവിധ കലാപരിപാടികൾ നടക്കുന്നത്. ഏറ്റവും കരുത്തുള്ള ദേവീ സങ്കല്പം ദക്ഷന അവസാനിപ്പിക്കുന്നതിൽ തീരുകയല്ല, ആരംഭിക്കുകയാണ് നിന്റെ ധർമ്മം. നെറുകേടിന്റെ കറമുരുളുന്ന വരും കാലത്തിന് വരദായണിയും ശുഭകാമിനിയും അധർമ്മികൾക്ക് അഗ്നിനാളവുമായി മാറണം നീ.
കെട്ടുകാഴ്ച ഒരുക്കുന്ന ഇടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കുത്തിയോട്ടപ്പാട്ട്, ഗാനമേള, സിനിമാറ്റിക് ബാലെ തുടങ്ങി വിവിധങ്ങളായ കലാപരിപാടികളായിരുന്നു നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി മണികണ്ഠ സന്നിധിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തഴവ. ഓച്ചിറ ഞക്കനാൽ തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തിരുവോണപ്പൊങ്കൽ നടത്തി. ഉത്സവത്തോടനുബന്ധിച്ചാണ് തിരുവോണപ്പൊങ്കൽ നടത്തിയത്. ഓച്ചിറ ഞക്കനാൽ തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് തിരുവോണപ്പൊങ്കൽ നടത്തിയത്. ഇതോടനുബന്ധിച്ച് പള്ളിവേട്ട മഹോത്സവം നടന്നു. നിരവധി വിശ്വാസികളാണ് പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്തത്. തന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി രാജൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൊങ്കാല ചടങ്ങുകൾ നടന്നത്. കെ ശശിധരൻ, കെ പുരുഷോത്തമൻ, ടി കെ മോഹനൻ, എസ് മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന തിരുപ്പൊങ്കാല മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ പൊങ്കാലയിൽ ആയിരങ്ങൾ പങ്കുകൊള്ളുന്നുണ്ട്. ഇതിൻ്റെ മാഹാത്മ്യം വളരെ പ്രസിദ്ധിയാണ്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത്. ഇതിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കുകൊള്ളുന്നുണ്ട്. ആയതിനാൽ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹനങ്ങളിലെ ബാറ്ററി മോഷണം. 2 യുവാക്കളെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി സ്വദേശി ഷാൻ, കല്ലേലി ഭാഗം സ്വദേശി സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിലെ സമരം. സംസ്ഥാന വ്യാപകമായി LDF ധർണ. പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിലായിരുന്നു ധർണ. ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ച 2 പേർ പിടിയിൽ. മൈനാഗപ്പള്ളി നൂർനാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. റിസോർട്ട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് സാധനങ്ങളാണ് മോഷ്ടിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.